ഗായ്സ്, മരിക്കാതെ വയസ്സാവാതെ യങ്ങായി തന്നെ നിലനിൽക്കാൻ പറ്റിയ അവസ്ഥ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഇത് ഒരു തവണയെങ്കിലും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ജീവിതം അങ്ങ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കഷ്ടപ്പാടും ദൂരത്തെല്ലാം തലക്കി പിടിച്ച് ഇത്രയൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നും തോന്നും ചിലർക്ക്. പറഞ്ഞു വരുന്നത് റഷ്യൻ സയൻറ്റിസ്റ്റുകൾ ഇപ്പോൾ വലിയൊരു മിഷനിലാണ്. അതെന്താണെന്ന് വെച്ചാൽ മരിക്കാതെ അല്ലെങ്കിൽ വയസ്സായ അവസ്ഥയിലേക്ക് പോവാതെ യൗവനം അതേപോലെ നിലനിർത്തി കൂടുതൽ കാലം ജീവിക്കാൻ പറ്റുമോ എന്നുള്ള റിസർച്ച്. ഇങ്ങനെയൊരു റിസർച്ച് റഷ്യയിൽ നടക്കണമെങ്കിൽ അതിന് ഒരേ ഒരു കാരണമുള്ളൂ, ഊഹിച്ചാൽ മനസ്സിലാവും, ഒരേ ഒരു പുടിൻ, വ്ളാഡിമിർ പുടിൻ. റഷ്യയിൽ മെഡൂസ എന്ന് പറയുന്നൊരു മാഗസിൻ ഉണ്ട്, ഒരു പ്രൈവറ്റ് മാഗസിനാണ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പല കാര്യങ്ങളും ഈ ഒരു മാഗസിൻ വഴി ലീക്കാവുന്നുണ്ട്. ഈ മാഗസിനിൽ വന്നൊരു ഞെട്ടിക്കുന്ന കാര്യമാണ്, റഷ്യയിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അവിടുത്തെ റിസർച്ചേഴ്സിന്, അവിടുത്തെ സയൻറ്റിസ്റ്റുകൾക്ക് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആ നോട്ടീസിൽ ഇവർ പ്രധാനമായിട്ട് 4 കാര്യങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഈ 4 കാര്യങ്ങൾക്ക് അവർ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മരിക്കാതെ ഹെൽത്തിയായി കൂടുതൽ കാലം ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. ഇതിലൊരു ചോദ്യം എന്താ വെച്ചാൽ, ഇത് റഷ്യയിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ അല്ലെങ്കിൽ പുടിൻ എന്ന അധികായന് വേണ്ടിയിട്ടുള്ളതാണോ എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന റഷ്യയിലെ പുടിൻ മാത്രമല്ല, ലോകത്തിലെ കോടീശ്വരന്മാരായ ഒരുപാട് പേർ, അതിൽ എലോൺ മസ്ക് തുടങ്ങിയവരെല്ലാം ഈ ഒരു കാര്യത്തിൻ്റെ, ഈ ഒരു റിസർച്ചിൻ്റെ പിന്നാലെയാണ്. ഇനി നേരെ റഷ്യയിലേക്ക് വരാം. റഷ്യയുടെ ആവറേജ് ലൈഫ് ടൈം എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് 73 വയസ്സാണ്. റഷ്യയുടെ പ്രസിഡൻറ്റ് വ്ളാഡിമിർ പുടിൻ്റെ ഇപ്പോഴത്തെ വയസ്സെന്ന് പറയുന്നത് 71. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ലീഡേഴ്സിൻ്റെ വയസ്സും ഏകദേശം 70 ആവാറായി. ഈ ഒരു സാഹചര്യം മാത്രമല്ല, ഏകദേശം 2030 ആകുമ്പോഴേക്കും റഷ്യയുടെ ആവറേജ് ലൈഫ് ടൈം എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് 78 എത്തിക്കുമെന്ന് പുടിൻ ഒരു സ്റ്റേറ്റ്മെൻറ്റെല്ലാം നടത്തിയിരുന്നു. മാത്രവുമല്ല അത് പയ്യെ ഇൻക്രീസ് ചെയ്ത് 80 മേലേക്ക് എത്തിക്കുമെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. ഇനി നേരത്തെ പറഞ്ഞ 4 വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കൊഗ്നിറ്റീവ് ആൻഡ് സെൻസറി ഡിക്ലൈനുമായി ബന്ധപ്പെട്ടത്, അതായത് വയസ്സാവുന്നതോറും നമുക്ക് മറവി കൂടി വരും, അത് കുറയ്ക്കാനുള്ളൊരു സൊല്യൂഷൻ. രണ്ടാമത്തെ കാര്യം ഇമ്മ്യൂൺ സിസ്റ്റം. ഏജ് ആവുന്നതോറും നമുക്കറിയാം നമുക്ക് പല രോഗങ്ങളും പയ്യെ വരാൻ തുടങ്ങും, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായി തുടങ്ങും. അപ്പോൾ അതിന് ഒരു പരിഹാര മാർഗമായിട്ട് വയസ്സായാലും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആയി നിലനിൽക്കാനുള്ള സൊല്യൂഷൻ, അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഡി ഏജിങ്, അതിൽ തന്നെ സെല്ലുലാർ ഏജിങ്. അതായത് ഒരു 70 വയസ്സുള്ള ഒരാളെ കണ്ടാൽ ഒരു 40 വയസ്സുള്ള ആളുടെ ലുക്ക്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ മമ്മൂട്ടിക്കൊക്കെ ഓൾറെഡി വിട്ട സീനാണ്. നമ്മളെ ചർമ്മത്തിൽ പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളുണ്ടല്ലോ, ചുളിവുകൾ, ഈ കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാക്കുന്ന അവസ്ഥ. നാലാമത്തെ കാര്യം ബയോ പ്രിൻറ്റിംഗ് ആണ്. ബയോ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ വയസ്സായി വരുമ്പോൾ നമ്മുടെ പല ഓർഗൻസിന് നാശം സംഭവിക്കും. കൂടുതലും നമ്മുടെ മരണമൊക്കെ വയസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഓർഗൻ, ഇൻറ്റേർണൽ ഓർഗൻ ഫെയിലായിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന് പകരം നമ്മുടെ ഏത് ഓർഗനാണോ ഫെയിലാവുന്നത്, ഏത് ഓർഗനാണോ തകരാറ് പറ്റുന്നത്, ആ ഒരു ഓർഗണിനെ പുറത്ത് എക്സ്റ്റേണൽ ഒരു ലാബ് വെച്ചിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുക, പ്രിൻറ്റ് ചെയ്ത് ഉണ്ടാക്കുക, ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇതാണ് നാലാമത്തെ കാര്യം. ഈ 4 കാര്യങ്ങൾക്കുള്ള സൊല്യൂഷനായിട്ടാണ് ഇപ്പോൾ റഷ്യയിൽ റിസർച്ച് നടക്കുന്നത്. ഇനി ഇവർക്ക് ഇതൊക്കെ പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ലോകത്ത് ഏകദേശം വലിയ കാര്യങ്ങളൊക്കെ ആദ്യം കണ്ടുപിടിച്ചത് നമ്മുടെ റഷ്യ തന്നെയാണ്. അവസാനമായിട്ട് കൊറോണ വന്നപ്പോൾ വാക്സിൻ ആദ്യമായി കണ്ടുപിടിച്ചത്, സ്പുട്നിക് ആദ്യമായി കണ്ടുപിടിച്ചത് നമ്മുടെ റഷ്യയാണ്. ഇനിയിപ്പോൾ ഇതെങ്ങനെ ലോകത്ത് സംഭവിച്ചാൽ ഇത് നമ്മുടെ ലോകത്തിന് നല്ലതാണോ ചീത്തയാണോ? നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ?